മണിച്ചിത്രത്താഴ് കണ്ടിട്ടേ ലാലേട്ടൻ്റെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ആ ഒരു ട്രാക്കായിരുന്നു. ഞാൻ ഒരുപാട് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. വീഴുന്നത് തെറ്റല്ല, മറിച്ച് വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ്. ഇത് ഞാൻ ഇത്രയും എക്സ്പ്രസീവായിട്ട് പറയുന്നത് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ അനുഭവിച്ച് വന്ന കാര്യമാണ്. എന്തെങ്കിലും അല്ല, ഒരു ലോഡ് സാധനങ്ങൾ ഇങ്ങനെ തലയ്ക്കത്തുണ്ട്. ഇല്ല, അങ്ങനെ മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ തേങ്ങയ്ക്ക് അല്ല പുട്ടിന് തേങ്ങ ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. ഹലോ സർ, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഇഷ്ടമാണ്. ലൈഫിൽ ഏറ്റവും അധികം വാല്യൂ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാവോ? എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, അത് ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ചുമ്മാ വീട്ടിലിരുന്ന് മറ്റേ എല്ലാം നമുക്ക് യൂണിവേഴ്സ് കൊണ്ടുവരും എന്നുള്ളൊരു സാധനം, ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും ഇപ്പോഴും ആൾക്കാരുടെ ഇടയിലുള്ള ഒരു മിസ്ബിലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ മനസ്സിൽ ആഗ്രഹിച്ചാൽ മതി എന്നുള്ളൊരു സാധനമുണ്ട്. അതല്ല, പണിയെടുക്കണം, കഷ്ടപ്പെട്ട് പണിയെടുക്കണം, പിന്നെ സാക്രിഫൈസ് ചെയ്യണം. ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളിൽ ഇപ്പോൾ കാമായിട്ട് ഇരിക്കാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രാക്ടീസ് സംതിങ്? ഞാൻ പാട്ട് കേൾക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മറ്റേ ചിൽ പാട്ടല്ല, പണ്ട് ഞാൻ ഈ പ്രിയദർശൻ സാറിൻ്റെ വിദ്യാസാഗറിൻ്റെ പ്രിയദർശൻ സാറിൻ്റെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ ഒക്കെ പഴയ പാട്ടുകൾ ഇഷ്ടമാണ്. ഞാൻ ഷോയിൽ പറയുന്നൊരു കാര്യമാണ്, സംഗീതം കൊണ്ട് വിദ്യാസാഗറും വാക്കുകൾ കൊണ്ട് ഗിരീഷ് പുത്തഞ്ചേരിയും നമ്മളെ ഒരുപാട് വിസ്മയിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പം എനിക്ക് പുള്ളിക്കാരൻ്റെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ വരികൾ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ ലോ പോയിന്റിൽ പിന്നെയും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഹോൾഡിംഗ് പോയിന്റ് ഉണ്ടാവും? വൈ ഐ സ്റ്റാർട്ടഡ്, ഞാൻ എന്തിനു തുടങ്ങി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് പിന്നെ നമ്മുടെ മനസ്സിൽ പ്രസക്തിയില്ല. ക്വിറ്റ് ചെയ്യാൻ തോന്നുന്ന സമയങ്ങളിൽ ജസ്റ്റ് ആലോചിച്ചാൽ മതി, വൈ ഐ സ്റ്റാർട്ടഡ്. ക്വിറ്റ് ചെയ്യാനാണെങ്കിൽ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് അവിടെ വെച്ച് നിർത്തിയാൽ മതിയല്ലോ എന്നുള്ളൊരു സാധനം. ലൈഫിൽ ഏറ്റവും അധികം ഈ ഒരു ഇൻഡസ്ട്രി വന്നപ്പോൾ കടപ്പെട്ടിരിക്കുന്നത് ആരോടായിരിക്കും? ഫാമിലി, ഫ്രണ്ട്സിനോട് ഭയങ്കര കടപ്പാടുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ ഒരുപാട് പേരുണ്ട്, അവരൊക്കെയാണ് ഏറ്റവും വലിയ സപ്പോർട്ടും അവർ തന്നെയായിരുന്നു. അതെ, ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങൾ സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോ ഉണ്ട്. അപ്പോൾ അത് കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വോളണ്ടിയേഴ്സ് ആക്ച്വലി 10-30 വോളണ്ടിയേഴ്സ് ഉണ്ട്. എല്ലാം എൻ്റെ കൂട്ടുകാരാണ്, കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച. ചൈൽഡ് തൊട്ടേ ഇങ്ങനെ ഒരു പാഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ? അത് മണിച്ചിത്രത്താഴ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് കണ്ടിട്ടേ ലാലേട്ടൻ്റെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ആ ഒരു ട്രാക്കായിരുന്നു. പിന്നീടാണ് ഒരു പോയിന്റിൽ വെച്ചിട്ട് അതാവാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചാ ഓക്കെ, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലായി, ഇതിലോട്ട് ഇങ്ങനെ ജമ്പ് ചെയ്തു. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അതായത് ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നതായിരിക്കണം എന്നില്ല അവരുടെ ആംബിഷൻ, അവർ വേറെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ്, ഇപ്പോൾ ഒരുപാട് പേര് പാഷൻ്റെ പുറകെ നടക്കുന്നവരൊക്കെ ഉണ്ട്, അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു അഡ്വൈസോ സജഷൻ ഉണ്ടെങ്കിൽ? ഫസ്റ്റ് നിങ്ങളുടെ ഗോൾ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു മൾട്ടിപ്പിൾ ഒരു കാര്യങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ചിലർ വിചാരിക്കും ഓക്കെ മൾട്ടിപ്പിൾ സാധനത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഇത് അച്ചീവ്, പക്ഷേ എനിക്ക് തോന്നുന്നു അറ്റ് ദ പോയിന്റ് ഒരൊറ്റ സാധനത്തിൽ ഫോക്കസ് കൊടുക്കും. സിനിമ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അറ്റ് എ ടൈം സിനിമ മാത്രം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ എത്തും. കഷ്ടപ്പെട്ട് പണിയെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്തും. അപ്പോൾ അതിനുവേണ്ടി ഈ പറഞ്ഞ പോലെ ക്വിറ്റ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട്, ഇതൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും ഇതിൻ്റെ അകത്ത് എനിക്കൊരു ആഡ് ഓൺ ചെയ്യേണ്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുതുകാട് സാറൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ വീഴുന്നത് തെറ്റല്ല, മറിച്ച് വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ്. അപ്പോൾ ഈ ഫെയിലേഴ്സ് വരും, അതിനെ സാക്രിഫൈസ് ചെയ്ത് അതിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് ഓടണം, ആ ഒരു സാധനം കിട്ടണം. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മോട്ടിവേഷൻ ഉണ്ടോ ഫോളോ ചെയ്യുന്ന ലൈഫിൽ? ഫോളോ മോട്ടിവേഷനോ കോട്ടോ? ഇല്ല, അങ്ങനെ മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ തേങ്ങയ്ക്ക് അല്ല പുട്ടിന് തേങ്ങ ഇട്ട് കൊടുക്കുന്ന പരിപാടിയല്ല. അതൊക്കെ നമുക്കൊരു ടെമ്പററി റിലീഫ് ആണല്ലോ, ഒരു ഊർജ്ജം തരിക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പം മോട്ടിവേഷൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ചുമ്മാ എടുത്തിടുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം, ഞാനതിൻ്റെ ക്യാപ്ഷനിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഈ വർത്താനം കേട്ടുകൊണ്ട് നിങ്ങളാരും നാളെ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സംഭവങ്ങളാണെന്ന് തോന്നുന്നില്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒരു എനർജി, അത്രേ ഉള്ളൂ. അപ്പോൾ ആ എനർജി കിട്ടാൻ നമ്മൾ എന്താണോ പ്രചോദിപ്പിക്കുന്ന ഒരു സാധനം എലമെന്റ് ഉള്ളത്, ആ എലമെന്റ് നമ്മുടെ മൈൻഡ് സെറ്റിൽ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് കാര്യം. ഇത് ഞാൻ ഇത്രയും എക്സ്പ്രസീവായിട്ട് പറയുന്നത് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ അനുഭവിച്ച് വന്ന കാര്യമാണ്. നമ്മളത്രയും ലോട്ടറി അടിച്ച് വന്നതല്ല, നമ്മളത്രയും കഷ്ടപ്പെട്ട്, ഞാനെന്നല്ല ഈ പറയുന്ന പോലെ അത്യാവശ്യം ഇങ്ങനെ നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇവിടെ ഇരുത്തിയിരിക്കുന്ന എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ ആ സ്ട്രഗിൾസ് അതിജീവിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എൻതൂസിയാസം ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ കോളേജ് ഡേയ്സിൽ ഷെയർ ചെയ്യാൻ പറ്റും? എനിക്ക് വലിയ മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് വർഷമൊന്നും പഴക്കമായിട്ടില്ല കോളേജിൽ നിന്ന് പറയാൻ. ഞാനിപ്പം 2022 എൻ്റെ കോളേജ് കഴിഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. മറ്റേ ടൈറ്റാനിക് സിനിമയുടെ ക്ലൈമാക്സിൽ റോസിനോട് അതിനെപ്പറ്റി എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും അല്ല, ഒരു ലോഡ് സാധനങ്ങൾ ഇങ്ങനെ തലയ്ക്കകത്ത് പോയിട്ടുണ്ട്. അപ്പം
കോളേജിൽ എനിക്ക് സ്കൂളിലെ കുറേ മൊമെന്റ്സ് ഉണ്ട്. അതായത് ഇങ്ങനെ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളാണ് ഇതിന്റെ ഓർഗനൈസിങ് പരിപാടിയൊക്കെ ആയിട്ട്, ഞാനും മെയിൻലി ക്ലാസ് കട്ട് ചെയ്യാനാണ്, ക്ലാസ് കട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരങ്ങൾ. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഓടും ഇങ്ങനെ പരിപാടിക്കൊക്കെ. അപ്പൊ എനിക്ക് അത്യാവശ്യം സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഈ ആങ്കറിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടിക്ക് ഇങ്ങനെ ഇറങ്ങി ഓടും. അപ്പൊ ആ മെമ്മറീസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഇവരുടെ പരിപാടികളൊക്കെ കണ്ട സമയത്ത് ഇങ്ങനെ ഓടി വന്നു. എന്താണ് ഒരു സെൽഫ് പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഈ കരിയറിൽ ഒരു ജേർണി നോക്കുവാണെങ്കിൽ? അത് അഹങ്കാരമായിട്ട് അങ്ങനെയൊന്നും പറയുന്നതല്ല, ജസ്റ്റ് ഇതായിട്ട് പറയാം. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണലി നമ്മൾ ചിലപ്പോൾ ആൾക്കാരിൽ ഡിപ്പെൻഡഡ് ആയിപ്പോൾ അത് അറ്റാച്ച്മെന്റ്സ് കൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് എൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരാളിൽ നിന്നും ഒരുപാട് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് അവരുടെ സപ്പോർട്ട്സ് തരാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഡിപ്പെൻഡൻസിയിൽ മാത്രമേ എനിക്ക് വളരാൻ പറ്റൂ എന്നുള്ളൊരു സാധനം എൻ്റെ ലൈഫിലില്ല. എനിക്കിപ്പോൾ ഇതെല്ലാം കയ്യിൽ നിന്ന് പോയാലും ആ സ്ട്രഗിൾ പിന്നെയും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സ്ട്രഗിൾ ചെയ്ത് വരാൻ പറ്റും എന്നുള്ളൊരു സാധനം എനിക്കുണ്ട്. കാര്യം ആ സ്ട്രഗിൾ ആ ഫേസ് ഞാൻ അനുഭവിച്ചതാണ്. അപ്പം ഇനിയിപ്പം അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അപ്പം ഈ ഒരു റിയലൈസേഷൻ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ആരുടെയെങ്കിലും വാക്കുകളുണ്ടോ? അതായത് നമ്മൾ റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജേർണിയിൽ ഭയങ്കര റോൾ മോഡലായിട്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഒരു പാഷൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്കൊരു റോൾ മോഡൽ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ ഏറ്റവും അധികം ഉള്ളതുകൊണ്ട് സന്തോഷിച്ച എന്തെങ്കിലും ഒരു മൊമെന്റ്? സത്യം പറഞ്ഞാൽ ആദ്യം ഇത് കിട്ടുന്നത് വീട്ടിൽ നിന്നൊക്കെ ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിപ്പോൾ നമ്മൾ കുഞ്ഞിൽ മാജിക് ഒക്കെ കാണിക്കുന്ന സമയത്ത് ഞാൻ മാജിക് കാണിക്കാൻ അമ്മ എടുത്ത് പോകുമ്പോഴത്തേക്കും അത് അവിടെ ഒളിപ്പിച്ച് അതിവിടെ ഒളിപ്പിച്ച് ട്രിക്കുകൾ ഇറങ്ങി പോകും. അപ്പോൾ ഒരു പോയിന്റിൽ ഞാനിങ്ങനെ എവിടെ പെർഫോം മാജിക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുഞ്ഞിൽ എവിടെ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അമ്മയെ കൊണ്ട് കാണിക്കും. അപ്പം അവിടെ നിന്നൊരു പാസ് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടുപിടിച്ചില്ല എന്നുള്ളൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇനി കൊണ്ട് ഷൈൻ ചെയ്യുക എന്നുള്ളൊരു സാധനമുണ്ട്. പിന്നെ UK കുറച്ച് മെന്റലിസം അത്രയും ആധികാരികമായിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ലക്ഷ്യനെ പറ്റി സംസാരിക്കാം. ലക്ഷ്യം ഒരുപാട് കുട്ടികളുടെ ഉറക്കമൊഴിഞ്ഞ രാത്രിയുടെ ഒക്കെ പ്രയത്നമാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ കമ്പാരിറ്റീവ്ലി കോളേജ് ഫെസ്റ്റ് എടുക്കുവാണെങ്കിൽ ഈ റീജിയണിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കോളേജ് ഫെസ്റ്റ് ആണ് ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടെടുത്തോളം ഇവിടുത്തെ പരിപാടികൾ? ബിഗ്ഗസ്റ്റിന്റെ ആ ഒരു വലിപ്പം ശരിക്കും എനിക്കിത് കിട്ടി ഇവിടെ നിന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇവന്റിന് വരുന്നതിനും ഒരു 1.5 മാസം മുമ്പ് തന്നെ നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കാണുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഇത്ര വലിയ പരിപാടിയായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് അതിൻ്റെ ഒരു വാസ്കയിൽ എത്രത്തോളമാണെന്ന് മനസ്സിലായി. അതിനുള്ളിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാര്യം നല്ല പണിയെടുത്തിട്ടാണ് നിങ്ങൾ ഇത്രയും വലിയൊരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത് നല്ല രീതിയിൽ കാണുമ്പോൾ മനസ്സിലാവും. സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് ഓൾസോ ഞാൻ ഷോ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഷോയ്ക്കായാലും അവിടെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ക്രൗഡായിരുന്നു. അവസാനം വരെ ഷോ കഴിഞ്ഞ് അതിൻ്റെ ഒരു പീക്ക് മൊമെന്റ് വരെയും കുട്ടികൾ ഒരാൾ പോലും എഴുന്നേറ്റ് പോയില്ല എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. എല്ലാവരും അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് നന്ദി.